പടിപൂജ കഴിഞ്ഞു പന്തലൊഴിഞ്ഞു പാവന ജ്യോതി കണ്ടാളുകൾ പിരിഞ്ഞു. മനസ്സിലൊരായിരം മോഹവുമായി മാളികപ്പുറത്തമ്മയ്ക്കെഴുന്നള്ളത്ത് ഇന്ന് ശരം കുത്തിയാൽ വരെ എഴുന്നള്ളത്ത്. മാളികപ്പുറത്തമ്മയെക്കുറിച്ചുള്ള ഈ ഭക്തിഗാനം കേൾക്കാത്ത അയ്യപ്പ ഭക്തർ ഉണ്ടാവില്ല. ശരംകുത്തിയിലേക്കുള്ള മാളികപ്പുറത്തമ്മയുടെ എഴുന്നള്ളത്തും മാളികപ്പുറത്തമ്മയുടെ കാത്തിരിപ്പുമാണ് ഈ ഭക്തിഗാനത്തിൽ മനോഹരമായി വർണ്ണിച്ചിട്ടുള്ളത്. സിനിമകളിലും സീരിയലുകളിലും കുട്ടിക്കാലം മുതൽ നമ്മൾ കണ്ടും കേട്ടും മനസ്സിൽ പതിഞ്ഞ മാളികപ്പുറത്തമ്മയുടെ ഈ കഥയ്ക്ക് എന്തെങ്കിലും വാസ്തവമുണ്ടോ? യഥാർത്ഥത്തിൽ ശരംകുത്തിയിലേക്ക് ആരുടെ എഴുന്നള്ളത്താണ്? ശബരിമലയിലെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഈ എഴുന്നള്ളിപ്പിനെക്കുറിച്ച് പല ഭക്തർക്കും അറിവില്ല. കാരണം അവർ പലരും ധരിച്ചിരിക്കുന്നത് ഇത് മാളികപ്പുറത്തിൻ്റെ എഴുന്നള്ളിപ്പാണ്, മാളികപ്പുറത്തമ്മയുടെ എഴുന്നള്ളിപ്പായിട്ടാണ് തെറ്റിദ്ധാരണ വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അയ്യപ്പസ്വാമിയുടെ മാതൃഭാഗം ആണ് മധുര മീനാക്ഷി, അതുപോലെ അതാണ് മാളികപ്പുറത്തമ്മ. ശബരിമലയിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ചടങ്ങാണ് ഈ മണിമണ്ഡപത്തിൽ നിന്നും ഭഗവാന്റെ എഴുന്നള്ളിപ്പ്. അത് പല തെറ്റിദ്ധാരണകൾക്കിട വന്ന് പല കഥകളും മെനഞ്ഞ് അത് ഭക്തജനങ്ങളുടെ ഇടയിൽ ആകെ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. മാതൃഭാവത്തിലുള്ള ഭഗവതിയെയാണ് അവിടെ പ്രതിഷ്ഠിക്കുന്നതും പന്തളം രാജവംശത്തിൻ്റെ പരദേവതയായ മധുര മീനാക്ഷി തന്നെയാണ് മാളികപ്പുറത്തമ്മയും. അതുപോലെ അയ്യപ്പൻ്റെ മാതൃഭാവവുമാണ് മാളികപ്പുറത്തമ്മ. ഈ 5 ദിവസത്തെ എഴുന്നള്ളിപ്പിന് ശേഷം നമുക്കറിയാം, അത് 5-ാം ദിവസം ഈ എഴുന്നള്ളിപ്പ് 18 പടിക്ക് പകരം നമ്മുടെ ശരംകുത്തിയിലേക്കാണ് പോവുക. ശരംകുത്തിയിലേക്ക് വളരെ ആഘോഷപൂർവ്വം ചെന്ന് അവിടെയുള്ള ഭൂതഗണങ്ങളെ വിളിക്കുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ പോകുന്നത്. പണ്ടിത ആനപ്പുറത്താണ് പോയിക്കൊണ്ടിരുന്നത്. ആനപ്പുറത്ത് പോയിട്ട് ഭൂതഗണങ്ങളെ വിളിച്ച് 6-ാം ദിവസമുള്ള ഗുരുതിക്കായിട്ട് തിരിച്ചു വരുമ്പം അവർ വളരെ പതുക്കെ ഒരു ശബ്ദവും കൂടാതെ വാദ്യങ്ങളൊന്നും ഇല്ലാതെയാണ് വരുന്നത്. കാരണം ഈ ശബ്ദകോലാഹലങ്ങളിൽ നിന്ന് ഈ മലദൈവങ്ങളെല്ലാം അന്ന് ആ ദിവസങ്ങളിൽ അകന്ന് നിൽക്കുകയാണ്. ഈ സീസണിൽ അവിടെ ആ സമയത്ത് മലദൈവങ്ങളൊക്കെ ഇത്രയും ഭക്തജനങ്ങൾ അവിടെ വരുമ്പോൾ അവർ മാറി നിൽക്കുകയാണ് പതിവ്. അപ്പോൾ 6-ാം ദിവസം ഗുരുതിക്കായിട്ട് ഇവരെ വിളിക്കാൻ പോകുന്നതാണ് ശരിക്കുള്ള ആ ശരംകുത്തിയിലേക്കുള്ള എഴുന്നള്ളിപ്പ്. അതാണ് ഈ ഒരു തെറ്റായ ധാരണയിൽ ശരമില്ലാത്ത വർഷങ്ങളിൽ ഭഗവാൻ മാളികപ്പുറത്തമ്മയെ കല്യാണം കഴിക്കും എന്നുള്ള ഒരു, ശരിക്കും പറയുകയാണെങ്കിൽ അതൊക്കെ ഒരു സീരിയൽ കഥയുടെ ഒരു മാത്രമേ 1950 ശേഷമാണ് അത് വന്നിരിക്കുന്നത്. പഴയ പുസ്തകങ്ങളിലും പഴയ രേഖകളിലെല്ലാം തന്നെ മാളികപ്പുറത്തമ്മ എന്ന് പറഞ്ഞാൽ അത് മധുര മീനാക്ഷിയാണ്, പന്തളം രാജവംശത്തിൻ്റെ പരദേവത തന്നെയാണ് എന്ന് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതിന് യാതൊരു തർക്കവുമില്ല. ശബരിമലയിലെ ശ്രീകോവിലിനൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് മാളികപ്പുറത്തമ്മയുടെ ക്ഷേത്രവും. ധർമ്മശാസ്താവിൻ്റെ ശ്രീകോവിലിന് വടക്കു ഭാഗത്തായാണ് മാളികപ്പുറം ക്ഷേത്രം. ശബരിമലയിലെത്തുന്ന അയ്യപ്പ ഭക്തരെല്ലാം മാളികപ്പുറം ക്ഷേത്രത്തിലും ദർശനം നടത്തിയ ശേഷമാണ് മലയിറങ്ങുന്നത്. ശബരിമലയിൽ പോകാൻ മാലയിടുന്ന പുരുഷന്മാരെ സ്വാമി എന്നും സ്ത്രീകളെ മാളികപ്പുറം എന്നുമാണ് വിളിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്താണ് മാളികപ്പുറം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് ആ പേര് വന്നത്? മാളികപ്പുറം എന്ന് പറഞ്ഞാൽ ഒരു ദേവിയുടെ പേരല്ല. മാളികപ്പുറം എന്നൊരു സമ്പ്രദായമാണ്. അതായത് പണ്ടുള്ള പ്രഭു കുടുംബങ്ങളിൽ മച്ചിൻ്റെ മുകളിൽ ദേവിയെ ആരാധിച്ചിരുന്ന, അവരുടെ പരദേവതയെ ആരാധിച്ചിരുന്ന ഒരു സമ്പ്രദായമാണ് മാളികപ്പുറം. പന്ത്യ വംശജരായ പന്തള രാജാക്കന്മാർ ശബരിമലയിൽ വന്ന് താമസിച്ച ഇടത്തൊരു മാളിക പണിതു. ഇപ്പോഴും ആ മാളിക ഉണ്ടാവും. മണിമണ്ഡപത്തിൻ്റെ പിന്നിലാണ് ആ മാളിക. ആ മാളികയുടെ പുറത്ത് വാളും പീഠവും വിളക്കം വെച്ച് അവരുടെ പരദേവതയായ മധുര മീനാക്ഷിയെ ആരാധിച്ചിരുന്നു. പിന്നീട് അത് ദേവപ്രശ്ന വിധിപ്രകാരം ക്ഷേത്രമാക്കി സ്ഥാപിച്ചിട്ടുണ്ട്. ശരിക്കും അതാണ് മാളികപ്പുറത്തമ്മ, അല്ലാതെ മഹിഷിയോ ഒന്നുമല്ല. മാളികപ്പുറം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പൊക്കം കൂടിയ ഭഗവാൻ ഇരിക്കുന്നതിൽ ഉയരത്തിൽ അമ്മയുടെ ഒരു ക്ഷേത്രം. മാളികപ്പുറത്തമ്മ എന്നുള്ള കൺസെപ്റ്റ് തന്നെ മാളിക ഉണ്ടായിട്ടുണ്ട്. പണ്ട് അവിടെ കൊട്ടാരവും മാളികയും, മാളിക സമ്പ്രദായത്തിലാണ് രാജാവ് അവിടെ പോകുമ്പോൾ ഇരിക്കുന്നത്. രാജകൊട്ടാരം മാളിക സമ്പ്രദായത്തിലാണ്. പൊക്കം കൂടിയ നമ്മുടെ ലെവലല്ല, അന്നത്തെ ശബരിമലയുടെ ലെവലിലല്ല. അപ്പോൾ മാളികപ്പുറത്ത് ഉള്ള ഭഗവതി എന്നതാണ് മാളികപ്പുറത്തമ്മയ്ക്ക് വരാൻ കാരണം. പന്തളം കൊട്ടാരത്തിന് എന്നും മാളികപ്പുറത്തമ്മ
സ്വന്തം പരദേവതയായ മധുര മീനാക്ഷി തന്നെയാണ്. അവിടുത്തെ ആചാരങ്ങളെല്ലാം തന്നെ അതേപടി മധുര മീനാക്ഷിക്ക് ചെയ്യുന്ന, ദുർഗയ്ക്ക് ചെയ്യുന്ന അതേപോലെയുള്ള പൂജകളാണ്. ഇപ്പോൾ പുതിയ പ്രതിഷ്ഠയൊക്കെ ആയിട്ടുണ്ട്. അവിടെ തന്ത്രിമാർ അത് അവിടെ ചെയ്യുന്ന പൂജ പോലും ദുർഗ എന്നുള്ള സങ്കല്പത്തിലാണ്. ശരിക്ക് മധുര മീനാക്ഷിയും ദുർഗ തന്നെയാണ്. അപ്പോൾ അതിന് യാതൊരു സംശയവുമില്ല. സിനിമകളിലും സീരിയലുകളിലും ഭക്തിഗാനങ്ങളിലൂടെയുമെല്ലാം കണ്ടും കേട്ടും പരിചയിച്ച കഥകളുടെ ഓർമ്മകളുമായാണ് നമ്മളിൽ പലരും ശബരിമലയിലേക്ക് എത്തുന്നത്. ഓരോ വർഷവും ദർശനത്തിനെത്തുന്ന ഭക്തലക്ഷങ്ങളിൽ ബഹുഭൂരിപക്ഷത്തിനും അവിടുത്തെ ചടങ്ങുകളെപ്പറ്റി വലിയ ധാരണയില്ല എന്നതാണ് വാസ്തവം. പഴയ കാലത്തെ ഗുരുസ്വാമിമാർക്ക് ഇതിനെപ്പറ്റിയെല്ലാം നല്ല ധാരണയുണ്ടായിരുന്നു. പുതിയ തലമുറയ്ക്ക് ഈ അറിവുകൾ പകർന്നു കൊടുക്കാനായി അവരിൽ പലരും ഇന്ന് ജീവിച്ചിരിപ്പുമില്ല. കഴിഞ്ഞ 70 വർഷങ്ങളായി പന്തളം കൊട്ടാരത്തിൽ നിന്നും ഭഗവാന് മകരവിളക്കിന് ചാർത്താനുള്ള തിരുവാഭരണങ്ങളുമായി ശബരിമലയ്ക്ക് പോകുന്ന ഒരു വലിയ ഗുരുസ്വാമിയുണ്ട്. ഈ 7 പതിറ്റാണ്ടുകളായി അദ്ദേഹം മാളികപ്പുറത്ത് കണ്ട ചടങ്ങുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കേൾക്കാം. 5-ാമത്തെ ദിവസം എഴുന്നള്ളത്തെ ശരംകുത്തി പോവും. ശരംകുത്തി പോയിട്ട് സാധാരണ ഓരോരുത്തർ പറയുന്നത് കന്നിക്കാർ വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ പോവുകയാണ്. കന്നിക്കാർ വന്നിട്ടില്ലെങ്കിൽ അയ്യപ്പൻ മാളികപ്പുറത്ത് തന്നെ കല്യാണം കഴിക്കും, അത് നോക്കാനായിട്ട് പോവുകയാണ്. അതല്ല അതിൻ്റെ സത്യാവസ്ഥ. 6-ാം ദിവസം മാളികപ്പുറത്ത് മണിമണ്ഡപത്തിൻ്റെ മുന്നിൽ ഗുരുതി നടക്കുന്നുണ്ട്. അതിന് ഇവിടെ തിരുവാഭരണം ചാർത്തി 5 ദിവസം ഉത്സവം നടക്കുമ്പോൾ അയ്യപ്പൻ്റെ ഭൂതഗണങ്ങളെ ശല്യം ഉണ്ടാവാതിരിക്കാൻ വനത്തിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയായിരുന്നു. അവരെ പിറ്റേ ദിവസത്തെ ഗുരുതിക്ക് ക്ഷണിക്കാനായിട്ട് അയ്യപ്പൻ ശരംകുത്തി പോകുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു. അല്ലാതെ കന്നിമലക്കാർ വന്നിട്ടുണ്ടോ ഒന്ന് നോക്കാൻ പോവുകയല്ല. ശരംകുത്തി പോയിട്ട് ഈ ഭൂതഗണങ്ങളെ ക്ഷണിച്ചിട്ട് തിരിച്ച് മണിമണ്ഡപത്തിലേക്ക് വരുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ തീവെട്ടിയും ചെണ്ടയും ആസുരവും ഒക്കെ ഉണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ അതൊന്നുമില്ല. തീവെട്ടിയാലും തല്ലിക്കെടുത്തിക്കൊണ്ടാണ്. മാളികപ്പുറത്തമ്മ എന്ന് പറയുന്നത് പാണ്ഡ്യ വംശരാജാക്കന്മാർ, അതായത് മധുര രാജാക്കന്മാരുടെ കുലദൈവങ്ങളാണ്. ഈ മധുര രാജാക്കന്മാരാണ് പന്തളത്ത് വന്ന് പന്തളം രാജാവായി വയ്ക്കുന്നൊക്കെ കഴിഞ്ഞുകൂടിയത്. അവരുടെ ധർമ്മദൈവത്തിനെയാണ് മാളികപ്പുറത്തമ്മയായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. മാളികപ്പുറത്തമ്മയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രചാരത്തിലുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. മഹിഷി മർദ്ദനത്തിന് ശേഷം ശാപമോക്ഷം കിട്ടിയ ലീല ഭഗവാൻ അയ്യപ്പനോട് തന്നെ വിവാഹം കഴിക്കണം എന്ന് അഭ്യർത്ഥിച്ചു. എന്നാൽ ഈ ജന്മത്തിൽ നൈഷ്ഠിക ബ്രഹ്മചര്യം സ്വീകരിച്ച തനിക്ക് ദേവിയെ വിവാഹം കഴിക്കാൻ സാധ്യമല്ല എന്ന് അയ്യപ്പൻ അറിയിച്ചു. പകരം തൻ്റെ സഹോദരീഭാവത്തിൽ വാമഭാഗത്ത് കുടികൊള്ളണം എന്നപേക്ഷിച്ചു. തന്നെ കാണാനായി കന്നി അയ്യപ്പന്മാർ എത്താത്ത വർഷം ദേവി വിവാഹം ചെയ്തു കൊള്ളാം എന്ന വാഗ്ദാനവും അയ്യപ്പൻ നൽകി. അങ്ങനെ എല്ലാ വർഷവും മകരവിളക്കിന് ശേഷം മാളികപ്പുറത്തമ്മ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ശരംകുത്തിയിലേക്ക് എഴുന്നള്ളുന്നു. അവിടെ കന്നി അയ്യപ്പന്മാർ കുത്തിവെച്ച ശരക്കോലുകൾ കണ്ട് അടുത്ത വർഷം വരെ കാത്തിരിക്കാനായി ദുഃഖിതയായി വാദ്യമേളങ്ങളൊന്നുമില്ലാതെ മാളികപ്പുറത്തമ്മ തിരിച്ചെഴുന്നള്ളുന്നു. ഇതാണ് പരക്കെ സ്വീകാര്യമായിരിക്കുന്ന വിശ്വാസം. എന്താണ് ശരംകുത്തിയിൽ കന്യയ്യപ്പന്മാർ ശരം കുത്തുന്നതിൻ്റെ പൊരുൾ? ആരാണ് മാളികപ്പുറത്തമ്മ? ഒരാൾ ആദ്യമായിട്ട് ശബരിമലയിൽ പോകുമ്പം അയാളുടെ ഉള്ളിലുള്ള അക്രമവാസനയും കയ്യിലുള്ള ആയുധവും ഉപേക്ഷിക്കുകയാണ്. കാരണം യുദ്ധങ്ങൾ ഒഴിവാക്കുകയാണ്. ആ ഒരു സങ്കല്പത്തിലാണ് തൻ്റെ കയ്യിലും മനസ്സിലുമുള്ള ആയുധങ്ങൾ അവിടെ ഉപേക്ഷിച്ചിട്ട് പവിത്രമായ ഭഗവാന്റെ സന്നിധിയിലേക്ക് ചെല്ലുന്നത്, ശാസ്താവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലേണ്ടത് അങ്ങനെയാണ്. അയ്യപ്പൻ ആദ്യമായിട്ട് പോയതും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് കന്നിസ്വാമിമാർ ആദ്യമായിട്ട് അവരുടെ മനസ്സിലും കയ്യിലുള്ള ആയുധം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ എത്ര പ്രാവശ്യം വന്നാലും അവരുടെ കയ്യിൽ ആയുധമില്ലല്ലോ. അതുകൊണ്ടാണ് കന്നിസ്വാമിമാർക്ക് അവിടെ പ്രാധാന്യം വന്നത്. നമ്മൾ അങ്ങനെ പാണ്ഡ്യ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ നമ്മുടെ പരദേവത, കുടുംബത്തിൻ്റെ പരദേവതയായ മധുര മീനാക്ഷി അമ്മയും നമ്മൾ കൊണ്ടുവന്നിരുന്നു.
ആ മധുരമീനാക്ഷി അമ്മ ഇന്നും പന്തളം കൊട്ടാരത്തിൻ്റെ പരദേവതാ സ്ഥാനത്ത് തന്നെ നിത്യപൂജയോടുകൂടി ഇവിടെയുണ്ട്. മധുരമീനാക്ഷിയുടെ സങ്കല്പം നമ്മൾ പാണ്ഡ്യനാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന പരദേവത തന്നെയാണ്, അയ്യപ്പൻ്റെ പരദേവത തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് മാളികപ്പുറത്ത് പ്രതിഷ്ഠിച്ച് ആരാധന നടത്തിയിരുന്നത്. പണ്ട് അവിടെ ഈ നേരത്തെ പുനഃപ്രതിഷ്ഠയ്ക്ക് മുമ്പായിട്ട് 1950 മുമ്പായിട്ട് വെറും വിളക്ക് വെപ്പ് മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. വിളക്ക് വെച്ച് ഭഗവതിക്ക് വിളക്ക് വെക്കുക. നമുക്കറിയാം, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ പണ്ട് എല്ലാ സന്ധ്യയ്ക്കും വിളക്ക് വെക്കുന്ന പോലെയുള്ള ഒരു സമ്പ്രദായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് അവിടെ പ്രതിഷ്ഠയും ശബരിമല പോലും കുടിയിരുത്തു പ്രതിഷ്ഠ എന്നുള്ള രീതിയിലായിരുന്നു. ഷഡാധാര പ്രതിഷ്ഠയൊക്കെ വരുന്നത് 50 തീവപ്പിന് ശേഷമാണ്, 51 അവിടെ ഷഡാധാര പ്രതിഷ്ഠ വരുന്നത്. അപ്പം അതിൻ്റെ സങ്കല്പങ്ങളും ആചാരങ്ങളും എല്ലാം കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പൻ്റെ അടുത്ത് വിവാഹപ്രായമെത്തിയ ഒരു കന്യകയ്ക്ക് കാത്തിരിക്കാമെങ്കിൽ 10 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്തിനാണ്? യൗവനയുക്തയായ ഒരു കന്യക നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വിവാഹത്തിന് കാത്തിരിക്കുന്നു എന്നത് തന്നെ ഒരു തെറ്റായ കഥയാണ്. അതുപോലെ തന്നെ അയ്യപ്പ ഭക്തർ ഏറ്റവും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു വിശ്വാസമാണ് മകരവിളക്ക്. പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന ജ്യോതി കണ്ട് സായുജ്യമടയുന്നതിനു വേണ്ടി ലക്ഷക്കണക്കിന് ഭക്തരാണ് ശബരിമലയിലും പുൽമേട്ടിലും മകരവിളക്ക് ദിവസം എത്തിച്ചേരുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് മകരവിളക്ക്? ഭക്തജനങ്ങൾ വിശ്വസിച്ചിരുന്നത് അത് ആ ഭഗവാൻ തപസ്സിൽ നിന്നുണരുന്ന ആ മുഹൂർത്തത്തിൽ ദേവതമാർ വന്ന് ആരതി ഒഴിയുന്നു എന്നതാണ് വിശ്വാസം ഉണ്ടായിരുന്നത്. പൊന്നമ്പലമേടെന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നാൽ തന്നെ വളരെ ദുർഘടമായ സ്ഥലമാണ്. സാമാന്യനെ ആൾക്കാർക്ക് അവിടെ എത്തിച്ചേരാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അതിൻ്റെ യഥാർത്ഥത്തിൽ അവിടെ താമസിച്ചിരുന്ന ആദിവാസി സമൂഹം അന്ന് അവർക്കുള്ള, കാരണം മകരപ്പൊങ്കലും ഇതൊക്കെയാണ് ശബരിമലയിൽ ദീപാരാധന സമയത്ത് ആ ഒരു അതിൻ്റെ നേരെയാണ് ഇത് ഈ പൊന്നമ്പലമേട് സ്ഥിതി ചെയ്യുന്നത്. അവർ തെളിയിക്കുന്ന വിളക്കാണ് അന്ന് പണ്ട് ഇത് കണ്ടിരുന്നത്. പക്ഷേ പണ്ടത്തെ ആൾക്കാർ അതിനൊരു പ്രാധാന്യം കൊടുത്തിരുന്നില്ല. അത് കൂടുതലും ശബരിമലയിലെ ഏറ്റവും പ്രധാനമായ ആ വിളക്ക്, അതായത് വിളക്ക് എഴുന്നള്ളിപ്പ് എന്ന് പറയുന്നത് മണിമണ്ഡപത്തിൽ നിന്നുള്ള ഭഗവാന്റെ എഴുന്നള്ളിപ്പ്, ആ എഴുന്നള്ളിപ്പിനാണ് ആദിശാസ്താവിനെ വലം വെച്ചുള്ള ആ 5 ദിവസത്തെ എഴുന്നള്ളിപ്പിനാണ് കൂടുതൽ പ്രാധാന്യം അന്ന് ഗുരുസ്വാമിമാർ കൊടുത്തിരുന്നത്. അപ്പോൾ ഈ പോകുന്ന ഗുരുസ്വാമിമാർ എന്താണ് ശബരിമലയിലെ യഥാർത്ഥ കാര്യങ്ങൾ എന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഈ ആദ്യമായിട്ട് പോകുന്ന ഭക്തജനങ്ങൾക്ക് ശരിക്കും വേണ്ട രീതിയിൽ ഉപദേശിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും തെറ്റിദ്ധാരണകൾക്ക് ഒരു ഇടവരുന്നത്. മകരം 1 മുതൽ 5 വരെ നടത്തുന്ന വിളക്കെഴുന്നള്ളത്തിനെയാണ് യഥാർത്ഥത്തിൽ മകരവിളക്ക് എന്ന് പറയുന്നത്. മകരമാസം നടത്തുന്ന ഉത്സവം, അത് അയ്യപ്പൻ വിളക്ക്, അയ്യപ്പൻ്റെ ഉത്സവത്തിന് അയ്യപ്പൻ വിളക്ക് എന്ന് പറയും. ചില സ്ഥലങ്ങളിൽ പൂരം എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ താലപ്പൊലി എന്ന് പറയും. അതുപോലെ മകരമാസം ശബരിമലയിൽ നടത്തപ്പെടുന്ന ഉത്സവത്തിനെയാണ് മകരവിളക്കെന്ന് അറിയപ്പെടുന്നത്. പന്തളം കൊട്ടാരത്തിൽ നിന്ന് വലിയ തമ്പുരാട്ടി തന്നുവിടുന്ന പഞ്ചവർണ്ണ പൊടികൾ ഉപയോഗിച്ചാണ് മണിമണ്ഡപത്തിൽ കളമെഴുതുന്നത്. മകരസംക്രമ ദിവസം മുതൽ 5 ദിവസമാണ് കളമെഴുത്തും പാട്ടും. ഓരോ ദിവസവും ഓരോ ഭാവത്തിലാണ് കളമെഴുതുന്നത്. ആദ്യത്തെ ദിവസം ബാലക ബ്രഹ്മചാരിയായും, 2-ാം ദിവസം വില്ലാളി വീരനായും, 3-ാം ദിവസം രാജകുമാരനായും, 4-ാം ദിവസം പുലിവാഹനനായും, 5-ാം ദിവസം സർവ്വ ആഭരണ വിഭൂഷിതനായുമാണ് കളമെഴുതുന്നത്. ഈ കളമെഴുത്തും പാട്ടിനും ഉള്ള നിവേദ്യങ്ങൾ, വെച്ചുനീതിയല്ലാതെ നിവേദ്യങ്ങളും പന്തളം കൊട്ടാരത്തിൽ നിന്ന് തന്നെയാണ് തന്നുവിടുന്നത്. ശബരിമലയിൽ ശ്രീകോവിലിനോട് തുല്യ പ്രാധാന്യമാണ് നമ്മുടെ മണിമണ്ഡപത്തിനുമുള്ളത്. ഭഗവാൻ അവിടെ ചെന്ന് യോഗസമാധിയിലായിട്ട് നമ്മുടെ ശാസ്താവിഗ്രഹത്തിലേക്ക് ലയിക്കുക എന്നതാണ് അവിടെ ഉണ്ടായത്. മകരവിളക്ക് ദിവസം, ആ മകരസംക്രമ നാളിൽ ഭഗവാന്റെ ചൈതന്യത്തെ എള്ളുതിരി കത്തിച്ച് ഉദ്യോജിപ്പിച്ച ശേഷം അന്ന് വൈകുന്നേരം തൊട്ട് നടക്കുന്ന എഴുന്നള്ളിപ്പ് അതിവിശിഷ്ടവും അതിപുരാതനവുമാണ്. ശബരിമല അയ്യപ്പൻ്റെ കാലത്തിന് ശേഷം ഇപ്പോൾ ഒരു 800-900 വർഷമായിട്ട് സ്ഥിരമായിട്ട് ഈ ആചാരങ്ങൾ അവിടെ നടന്നു പോകുന്നു. 18-ാം പടിക്കൽ ചെന്ന് അവിടെ അയ്യപ്പൻ്റെ കഥകൾ പറയുന്ന അത് നമ്മുടെ ഒരു പാട്ടുണ്ട്. അത് നമുക്കറിയാം. അവിടെ ഈ എഴുന്നള്ളിപ്പ് നടക്കുന്ന ദിവസമെല്ലാം ഒരു പ്രത്യേക ഈണത്തിൽ നമ്മുടെ പെരുന്നാട്ടിലുള്ള ഒരു കുറുപ്പന്മാരാണത് നായാട്ടുവിളി, അയ്യപ്പൻ്റെ ആ ചരിത്രം മുഴുവൻ അവിടെ പ്രത്യേക രീതിയിൽ ചൊല്ലും. ആ നായാട്ടുവിളിക്ക് ശേഷമാണ് തിരിച്ച് വീണ്ടും ഭഗവാൻ മണിമണ്ഡപത്തിലേക്ക് തിരിച്ചെത്തുന്നത്. 5-ാമത്തെ ദിവസം കൊമ്പൻ മീശയോട് കൂടിയ തിരുമുഖത്തിൽ ആവാഹിച്ച ദേവചൈതന്യം എഴുന്നള്ളുന്നത് ശരംകുത്തിയിലേക്കാണ്.
ആളുകൾ പല സിനിമകളിലും സീരിയലുകളിലും കണ്ടിട്ട് ആ എഴുന്നള്ളത്ത് മാളികപ്പുറത്തമ്മയുടേതാണെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. ആ തിരുവാഭരണ പെട്ടിയിൽ കൊണ്ടുവന്ന തിടമ്പിലേക്ക് ആവാഹിക്കുന്നതും ഉദ്വസിപ്പിക്കുന്നതും ഞങ്ങളുടെ കുടുംബത്തിനാണ് അതിനുള്ള അവകാശം. ഞങ്ങളാണ് മണിമണ്ഡപത്തിലെ കാർമ്മികരായ റാന്നി കുന്നേക്കാട്ട് കുറുപ്പന്മാർ. ശരിക്ക് അയ്യപ്പൻ്റെ ഉത്സവമാണ് മകരവിളക്ക് എന്ന് പറയുന്ന ഈ 5 ദിവസം. മകരവിളക്ക് ഉത്സവം എന്ന് പറഞ്ഞാൽ മകരവിളക്ക് അടിയന്തരം എന്നാണ് പണ്ട് പറഞ്ഞിരുന്നത്. ആദിശാസ്താവിനെ വലം വെച്ച് നടക്കുന്ന എഴുന്നള്ളിപ്പ് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. പണ്ട് അതാണ് ശരിക്കും മകരവിളക്ക് എന്ന് പറയുന്നത്. വിളക്കെന്ന് പറയും, എഴുന്നള്ളിപ്പിന് വിളക്കെന്നും പറയും. പണ്ട് ഈ വിളക്ക് കണ്ട് 5 ദിവസം വിളക്ക് കണ്ട് തൊഴുതിട്ടേ പണ്ടുള്ള ഗുരുസ്വാമിമാർ ശബരിമല ഇറങ്ങി തിരിച്ചു വരികയുള്ളൂ, മല ഇറങ്ങുകയുള്ളൂ. ഏറ്റവും വിശിഷ്ടമായ ഈ എഴുന്നള്ളിപ്പാണ് അവിടുത്തെ ഏറ്റവും മുഖ്യമായ ഒരു ശബരിമലയിലെ ആചാരങ്ങളിൽ പ്രധാനമായിട്ടുള്ളത്. ഇരുമുടി കെട്ടുമേന്തി 18-ാം പടി കയറി ധർമ്മശാസ്താവിൻ്റെ സന്നിധിയിലെത്തുന്ന ഭക്തനെ വരവേൽക്കുന്നത് തത്വമസി എന്ന വാക്യമാണ്. തത്വമസി എന്നാൽ അത് നീയാകുന്നു എന്നാണ്. തത്ത് എന്നാൽ അത് എന്നും, ത്വം എന്നാൽ നീ എന്നും, അസി എന്നാൽ ആകുന്നു എന്നുമാണ് അർത്ഥം. ചാന്ദ്യോഗോപനിഷത്തിൽ ശ്വേതകേതുവിന് പിതാവും ഗുരുവുമായ ആരുണി മഹർഷി ഉപദേശിച്ചു കൊടുക്കുന്നതാണ് തത്വമസി എന്ന മഹാവാക്യം. എന്നാൽ ശബരിമലയുമായി തത്വമസിക്ക് എന്താണ് ബന്ധം എന്ന് എത്ര പേർക്കറിയാം? 1982 സ്വാമി ചിന്മയാനന്ദനാണ് തത്വമസി എന്ന വാക്ക് ശബരിമലയിൽ സ്ഥാപിക്കണമെന്ന് നിർദ്ദേശിച്ചത്. പിന്നീട് മറ്റു ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിലും ഈ പതിവ് പിന്തുടരുകയായിരുന്നു. ധർമ്മശാസ്താവിൻ്റെ വിഗ്രഹത്തിലെ ചിന്മുദ്രയുടെ അർത്ഥം വിശകലനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം തത്വമസി എന്ന വാക്ക് ശബരിമലയിൽ സ്ഥാപിക്കണം എന്ന് നിർദ്ദേശിച്ചത്. കുട്ടിക്കാലം മുതൽ മനസ്സിൽ ഉറച്ചുപോയ ചില വിശ്വാസങ്ങളും സങ്കല്പങ്ങളും അങ്ങനെ ആയിരുന്നില്ല എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. മാളികപ്പുറത്തമ്മയുടെ വിരഹദുഃഖവും ശരംകുത്തിയിലേക്കുള്ള എഴുന്നള്ളത്തും ഇടക്കാലത്ത് ആരോ കെട്ടിച്ചമച്ച കെട്ടുകഥകളാണ്. സ്വാമി അയ്യപ്പൻ സിനിമയുടെ തിരക്കഥയും ശബരിമലയിലെ യഥാർത്ഥ ആചാര അനുഷ്ഠാനങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് അയ്യപ്പ ഭക്തർ തിരിച്ചറിയേണ്ട കാലമായി. ശബരിമലയിലെ സന്നിധാനത്ത് ധർമ്മശാസ്താവും താഴെ മണിമണ്ഡപത്തിൽ അയ്യപ്പസ്വാമിയുടെ ജീവസമാധിയും തൊട്ടടുത്തായി അയ്യപ്പൻ്റെ മാതൃഭാവത്തിൽ മധുരമീനാക്ഷി മാളികപ്പുറത്ത് അമ്മയായും കുടികൊള്ളുന്നു.